അവനെ ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ? നാം ആരാധിക്കുന്ന ദൈവം സ്തുതികളുടെ മേൽ വസിക്കുന്ന ദൈവമാണ്. അവൻ ആരാധനകളുടെ മേൽ വസിക്കുന്ന ദൈവമാണ്. ഈ പ്രാരംഭ സമയത്തും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ വ്യാപരിക്കേണ്ടതിന് ഒരുമിച്ച് എല്ലാ ജനങ്ങളിൽ ചേർന്ന് നന്ദിയോടെ കർത്താവിന് ഒരുമിച്ചൊന്ന് നന്ദി പറയാൻ കഴിയും. അന്യഭാഷ ലഭിച്ചവർ മൗനമായിരിക്കാതെ ഈ പ്രാരംഭ സമയത്തിലും ശബ്ദമുയർത്തി ഒരു നിമിഷം എല്ലാ വായ്കളും തുറന്ന് ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. എല്ലാ ആദരങ്ങളും ചിലപ്പിച്ച് ഈ പകലാരും മൗനമായിരിക്കാതെ അടുത്തിരിക്കുന്ന ആരെയും നോക്കണ്ട. ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ ദൈവജനം ചേർന്ന് നന്ദിയോട് ഒരുമിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ? അന്യഭാഷകളിൽ അല്പസമയങ്ങളൊന്ന് കരങ്ങളെ തട്ടി ദൈവത്തിന് ഒരുമിച്ചൊന്ന് നന്ദി പറഞ്ഞാട്ടെ. എല്ലാ വായ്കളും തുറന്ന് ഈ പകലിലും അസാധാരണമായ ഒരു ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ ഹൃദയം തുറന്ന് ഈ പകൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത നിലയിൽ, ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ ദൈവത്തിന്റെ അത്യന്ത ശക്തി ഇന്ന് പകലിൽ വെളിപ്പെടുമ്പോൾ ദൈവജനം ചേർന്ന് ഹല്ലേലൂയ ഇന്ന് പകലിൽ ഏറ്റെടുക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ വിടുതൽ അയക്കുന്ന പകലാണ്. ഈ പകലിൽ വിശ്വസിക്കുന്നവർ നന്ദിയോട് ഒരുമിച്ചൊന്ന് ചേർന്ന് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. Thank you, Jesus. മാർവോടു ചേർക്കുമേ മനക്ലേശം തീർക്കുമേ. മാർവോടു ചേർക്കുമേ മാനക്ലേശം തീർക്കുമേ. അമ്മ നൽകും സ്നേഹത്തേക്കാൾ എന്നേശു സ്നേഹിക്കുന്നു. അമ്മ നൽകും സ്നേഹത്തേക്കാൾ എന്നേശു സ്നേഹിക്കുന്നു. അമ്മ നൽകും സ്നേഹത്തേക്കാൾ, അമ്മ നൽകും സ്നേഹത്തേക്കാൾ എന്നേശു സ്നേഹിക്കുന്നു. അമ്മ നൽകും സ്നേഹത്തേക്കാൾ, അമ്മ നൽകും സ്നേഹത്തേക്കാൾ എന്നേശു സ്നേഹിക്കുന്നു. ചേർന്ന് പാടാം. മാർവോട് ചേർക്കുമേ, മാർവോട് ചേർക്കുമേ മാനക്ലേശം തീർക്കുമേ. മാർവോട് ചേർക്കുമേ,
സ്നേഹത്തേക്കാൾ. ഈ പകൽ എത്ര പേർക്ക് പറയാൻ കഴിയുമപ്പാ? അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത്, അങ്ങയുടെ കരുതലോർത്ത്, അങ്ങയുടെ ദയയോർത്ത്, അങ്ങയുടെ കൃപയോർത്ത് ഈ പകലിനപ്പം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്നു. ഈ പകലിനപ്പം ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ ലോകത്തിലെ മാതാവിനെ ഉപേക്ഷിച്ചാലും, ഈ ലോകത്തിലെ പിതാവിനെ ഉപേക്ഷിച്ചാലും, എന്റെ സഹോദരങ്ങൾ എന്നെ കൈവിട്ടാലും, എന്റെ സ്നേഹിതന്മാരെ ഉപേക്ഷിച്ചാലും, എന്നെ ഒരു നാളും ഉപേക്ഷിക്കാത്ത ഒരു നല്ല അപ്പൻ എനിക്കുണ്ടെന്ന് ഈ പകലിൽ ഉറപ്പുള്ളവർ നന്ദിയോടെ കർത്താവെ ഒരുമിച്ച് ചേർന്ന് സ്തുതിക്കാൻ കഴിയുമോ? നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളെ കണ്ട് സന്തോഷിക്കാൻ നിൽക്കുന്നവരാണ് ഒത്തിരി പേര്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീഴ്ച കണ്ട്, നമ്മുടെ പരാജയം കണ്ട് സന്തോഷിക്കുന്നവരാണ് നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ. പക്ഷെ ഞാൻ പറയട്ടെ, ദാവീദ് രാജാവിനെ ദൈവം തന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും, ശൗലിന്റെ കയ്യിൽ നിന്ന് ദൈവം വിടുവിച്ചപ്പോൾ ദാവീദ് പറഞ്ഞ വാക്കുകളാണ്: അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു, ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും, എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു, എന്നാൽ ഹല്ലേലൂയ, യഹോവ എനിക്ക് തുണയായിരുന്നു. ഈ പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ കുറ്റം പറയുന്നവർ കുറ്റം പറഞ്ഞോട്ടെ, നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നവർ ഒറ്റപ്പെടുത്തിക്കോട്ടെ. നിന്നെ തകർക്കാൻ ഹല്ലേലൂയ ശത്രുവിന്റെ കരം എത്ര നിന്റെ മേൽ ഉയർന്നു നിന്നാലും അതിനെയൊക്കെ മാറ്റി നിന്നെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ എൻ്റെ ദൈവത്തിന് ഈ പകലിൽ കഴിയും. ഹല്ലേലൂയ. വാഗ്ദത്തമുള്ള യോസേഫ് പൊട്ടക്കിണറ്റിൽ വീണാലും ഹല്ലേലൂയ അവനെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാൻ കഴിയുള്ള ഒരു നല്ല കർത്താവിനെയാണ് ഈ പകലിൽ ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഈ പകലിൽ അവനിൽ വിശ്വസിക്കുന്നവർ, അവനിൽ മാത്രം ആശ്രയിക്കുന്നവർ ഒരു നാളിൽ ലജ്ജിക്കപ്പെടാൻ അവൻ ഒരിക്കലും ഇടയാക്കുന്ന ദൈവമല്ല. ഈ പകലിൽ നമ്മൾ ഒരു നാൾ കൈവിടാത്ത, ഒരു നിമിഷവും നമ്മളിൽ നിന്നും അകന്നു പോകാത്ത ഒരു നല്ല കർത്താവിനെയാണ് ഈ പകലിൽ നാം ഒരുമിച്ച് ആരാധിക്കുന്നത്. ഒരു നിമിഷം കൂടി എല്ലാ കണ്ണുകളും ഒന്ന് ദൈവസന്നിധിയിൽ അടച്ച് ഒരു നാളും കൈവിടില്ല, ഒരു നാളും അകലുകില്ല, ഒരു നാളും കൈവിടില്ല, ഒരു നിമിഷവും അകലുകില്ല. അമ്മ നൽകും സ്നേഹത്തേക്കാൾ, അമ്മ നൽകും സ്നേഹത്തേക്കാൾ എന്നെ യേശു സ്നേഹിക്കുന്നു. അമ്മ നൽകും സ്നേഹത്തേക്കാൾ, അമ്മ നൽകും സ്നേഹത്തേക്കാൾ എന്നെ യേശു സ്നേഹിക്കുന്നു. അമ്മ നൽകും സ്നേഹത്തേക്കാൾ, അമ്മ നൽകും സ്നേഹത്തേക്കാൾ എന്നെ യേശു സ്നേഹിക്കുന്നു. അമ്മ നൽകും സ്നേഹത്തേക്കാൾ, അമ്മ നൽകും സ്നേഹത്തേക്കാൾ എന്നെ യേശു സ്നേഹി. ഒരു നാളും കൈവിടില്ല, ഒരു നാളും കൈവിടില്ല, ഒരു നിമിഷവും മാറുകില്ല, ഒരു നാളും കൈവിടില്ല, ഒരു നിമിഷവും
കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും കൃപയൊന്നു മാത്രം. ദൈവജനം ചേർന്ന് പാടാമോ? ഒരു മാന്യതയും എനിക്കൊരു ശ്രേഷ്ഠതയും പറയാനില്ല. ഈ പകലിൽ കർത്താവ് എന്റെ മുമ്പിൽ എന്നെ തകർക്കാൻ ശത്രു എത്ര പദ്ധതികൾ ഒരുക്കിയാലും അതിൽ നിന്നും എന്നെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം എന്റെ കൂടെ ഉള്ളത് ഈ പകലിൽ ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ. അതുകൊണ്ട് എനിക്ക് ഭാരമില്ല, അതുകൊണ്ട് എനിക്ക് പ്രയാസമില്ല, അതുകൊണ്ട് എനിക്ക് പേടിയില്ല. കാരണം ഈ പകലിലും നിന്നെ വിളിച്ച ദൈവം വിശ്വസനാണെന്ന് ഉറപ്പുള്ളവർ ആ കരങ്ങളെ ഒന്ന് തട്ടി നന്ദിയോട് ഒരുമിച്ച കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. ഈ പകലിൽ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ് ഈ പകലിൽ ഇതിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്റെ ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യവുമില്ല. ഈ പകല നല്ല കർത്താവിന് ഒരു നിമിഷം എല്ലാ വായ്കളെ തുറന്ന് അല്പസമയങ്ങളൊന്ന് കരങ്ങളെ ചട്ടി അന്യഭാഷകൾ ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയാൻ കഴിയുമോ? ശിവരാധുനലക്ഷകരം ജഗനാധുനലക്ഷേ റീവരം ശബരാധുനലക്ഷവരം ജഗനാധുനലക്ഷകരം ദേ റീവരം ശബരാധുനലക്ഷകരം ജഗനാധുനലക്ഷകരം ദേ. ദൈവജനം ചേർന്ന് അല്പസമയങ്ങളിൽ നന്ദിയോടെ ഒരുമിച്ച് അന്യഭാഷകളിൽ കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചാട്ടെ. എല്ലാ വായ്കളും തുറന്ന് ഈ പകലിലും എത്രമാത്രം ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയുമോ അത്രത്തോളം ശബ്ദമുയർത്തി ഒരുമിച്ച് ദൈവത്തിന് ഒരുമിച്ചൊന്ന് നന്ദി പറയാ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന നല്ല കർത്താവ് ഈ പകലിൽ അവന്റെ സാന്നിധ്യത്തിന്റെ നടുവിൽ ഹൃദയം തുറന്ന് ഒരുമിച്ചൊന്ന് നന്ദി പറയാൻ കഴിയുമോ? ശിവരാധുനലക്ഷകനം ജഗനാഥേ റീവരം ശബരാധുനലക്ഷകനം ജഗനാധുനലക്ഷകരം ദേ റീവരം ശബരാധുനലക്ഷകനം ജഗനാധുനലക്ഷബരാധേ റീവരം ശബരം ജഗനാധുനലവരവനം ശബരം ദേ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധങ്ങൾ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. ഈ പകലിൽ ഹല്ലേലൂയ ഈ ഉണർവിനൊത്ത് നിങ്ങളൊന്ന് സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാണെങ്കിൽ ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരടുത്ത തലത്തിലേക്ക് ഈ പകലിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകുവാൻ ശക്തനാണ്. കൊതിയോടെ കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നവരെ നിറയ്ക്കുവാൻ ശക്തനായ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഈ പകലിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ദൈവജനം മടി കാണിക്കാതെ വായ്കളെ തുറന്ന് ഒരുമിച്ചൊന്ന് കരങ്ങളെ തട്ടി നന്ദിയോടെ കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചാട്ടെ. എല്ലാ കരങ്ങളും തട്ടി സന്തോഷത്തോടെ ഒരുമിച്ച് എല്ലാ കരങ്ങളും തട്ടി സന്തോഷത്തോടെ ഒരുമിച്ച് നല്ല കർത്താവിനെ നന്ദിയോടെ ഒന്ന് സ്തുതിക്കാൻ കഴിയും. ഈ പകലിൽ പരീക്ഷണം മറന്ന ആ നല്ല യേശു കർത്താവിനെ കൊതിയോടെ ഒരുമിച്ച് ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ? അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അഗ്നിനാവായി പതിയണമേ. ഒരു കാറ്റായി വീശണമേ.
Andyekala abhishek